ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിസ്ട്രോട്ടഡ് ഡിവൈൻ മസ്കുലിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുമ്പോൾ അവർ ഇമോഷണൽ അൺഅവൈലബിലിറ്റി ആയിരിക്കും കാണിക്കുക. മനസ്സ് തുറക്കാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വികാരങ്ങൾ പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ സ്നേഹം പുറത്ത്, അതായത് പറഞ്ഞ് പ്രകടിപ്പിക്കാനും ഒക്കെ ആയിരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് വേണം ഒരു DFന് തോന്നുന്ന സമയത്ത്, ഒരാവശ്യമുള്ള സമയത്തൊന്നും അവർ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊരു മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവരുടെ, അതായത് ഇമോഷണലായിട്ട് ഒരു അൺഅവൈലബിലിറ്റി എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയുമ്പോൾ ഒരു അവോയ്ഡ്നെസ് അല്ലെങ്കിൽ ഒരു റണ്ണിങ് ബിഹേവിയർ, അതൊരു വലിയ സ്റ്റേജ് തന്നെയാണ്. അതായത് ഒരു ഒഴിവാക്കൽ മെൻറ്റാലിറ്റി, അതായത് പ്രശ്നങ്ങൾ നേരിടുന്നതിന് പകരം അവരതിനെ റൺ ചെയ്തിട്ട് ഓടിപ്പോകും. ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് റിലേഷൻഷിപ്പ് പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. കാരണം അവർക്ക് ഒരു ഇമോഷണൽ മിസ്സിങ് വരുന്ന സമയത്ത് അവർ കോണ്ടാക്റ്റിൽ വരികയും അതിനുശേഷം അവർക്ക് ആ ഒരു ഭയം ഫീൽ ചെയ്യുമ്പോൾ അവർ റൺ ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു ക്യാരക്ടർ, അതായത് അടുപ്പം കൂടുമ്പോൾ അവർക്ക് ഒരു ഡിസ്റ്റൻസ് ഇടണമെന്ന് തോന്നും, അപ്പോൾ അവർ റൺ ചെയ്യും. ഇതൊരു അവരുടെ ഒരു ക്യാരക്ടറാണ് ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻ്റെ. അതുപോലെയാണ് അവരുടെ ഈഗോ. അവരുടെ ഡിവൈൻ മസ്കുലൈൻസിൻ്റെ ഈഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈ ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സമ്മതിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ അടുത്തുള്ള കാര്യമല്ല ഞാൻ പറയണേ, ഈവൻ അവരുടെ പുറമേ ഉള്ളൊരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. കാരണം അവർക്ക് ആ ഒരു പ്രൈഡ് കാരണം അവർ അതിൽ ഒരു വലിയൊരു തലക്കനത്തിലായിരിക്കും അവരുടെ ഒരു മൈൻഡ് ഉണ്ടായിരിക്കുക. പിന്നെ ചില ടിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ കണ്ടിട്ടുണ്ട് DFസിനെ ബ്ലെയിം ചെയ്യൽ, ക്രിട്ടിസൈസ് ചെയ്യലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഹൈ പീക്ക് എന്നല്ല പറയണേ, അതാവുമ്പോൾ ഇതൊരു എന്താ പറയുക, കാർമിക് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകും. പക്ഷേ ഡിവൈൻ മസ്കുലൈനും ഉണ്ട് ആ ഒരു ക്യാരക്ടർ, ക്രിട്ടിസൈസ് ചെയ്യുക, ബ്ലെയിമിങ് മെൻറ്റാലിറ്റി ഒക്കെ അവർക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഇൻകൺസിസ്റ്റൻസി, അവർക്കൊരു സ്ഥിരത ഉണ്ടായിരിക്കില്ല. അതായത് ചിലപ്പോൾ അവർക്കൊരു ഇമോഷണൽ എന്താ പറയുക സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോൾ വളരെ അടുത്ത് വരികയും വളരെ അടുത്ത് നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്തിട്ട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് അങ്ങോട്ടൊരു മുങ്ങൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ പ്രവൃത്തിയും തമ്മിലൊരു മാച്ചും ഉണ്ടാവാറില്ല. ടെമ്പററി ആയിട്ടുള്ള എന്താ പറയുക റിട്ടേണിങ് വരിക, ജസ്റ്റ് ഒരു ഹായ്, എന്താണ് അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു മെസ്സേജ്. അപ്പോൾ ഇത് ശരിക്കും ഡിവൈൻ ഫെമിനൈൻ എനർജീനെ അവർ ഡ്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം അവരുടെ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി ക്യാരക്ടറിലൂടെ. അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാരക്ടറാണ് ഈ ഡിസ്ട്രോട്ടഡ് ഡിവൈൻ മസ്കുലൈൻ്റെ ക്യാരക്ടറാണ് അവരുടെ ഒരു ഫിയർ ഓഫ് വൾണറബിലിറ്റി എന്ന് പറയാം. അതായത് മനസ്സ് തുറക്കാനുള്ളൊരു ഭയം. അതായത് അവർക്ക് സ്നേഹം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പേടിയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്നേഹം തുറന്ന് കാട്ടി കഴിഞ്ഞാൽ അവൾ എന്നെ മൊത്തത്തിൽ മനസ്സിലാക്കും, ഞാൻ ഒന്നല്ലാതാവും. അതുപോലെ തന്നെ ഹാർട്ടായിട്ടുള്ള ഒരു അടുപ്പം, അതായത് അവർ എപ്പോഴും ഒരു മറയിട്ടിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിസ്റ്റൻസ് നിന്നിട്ടായിരിക്കും സംസാരിക്കുക. നമുക്ക് അറിയാം ഇഷ്ടമെന്ന്, പക്ഷെ അവരതിൻ്റെ അകത്തോട്ട് കയറ്റൂല. ഹാർട്ടിൻ്റെ അകത്തോട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ, ഒരു ഒഴിവാക്കൽ പോലെ ഒരു ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. പിന്നെ എപ്പോഴും ഒരു കൺട്രോൾ നിലനിർത്താൻ ശ്രമിക്കും. അത് അവർ ഇങ്ങനെ ടോക്കിങ്ങിലൂടെ ഇങ്ങനെ പറയും, ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ്, ഫസ്റ്റ് ഫാമിലി, എനിക്ക് തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുള്ളൂ. അപ്പോൾ അവരായിട്ടൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് തോന്നുമ്പോൾ വരാം എന്നുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് അവർ കൺട്രോൾ വയ്ക്കണതാണ്. അതായത് ഇവിടുന്ന് DF പോകാനും പാടില്ല എന്നാൽ അവർക്ക് അതിലുള്ളൊരു ഭയവും, അതാണ് അതിൽ നിന്ന് മെയിനായിട്ട്. അതുപോലെ തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അവോയ്ഡ്നെസ്, അത് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഹെൽപ്ലെസ് പോലെ കാണിക്കും. അതായത് ഇപ്പോൾ ഇത്തരം ഒരു അവേക്കണിങ് ആവാത്തൊരു DFും അല്ലെങ്കിൽ അവേക്കണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു DFും ഡിസ്ട്രോട്ടഡ് ആയിട്ടുള്ളൊരു DMും ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലവ് അങ്ങനത്തെ ഒരു സംഭവം സംസാരിക്കുമ്പോൾ അതിലൊരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊന്നും ഒരിക്കലും ഡിവൈൻ മസ്കുലൈൻ സംസാരിക്കില്ല. അതിലൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ അവർ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം റീകണക്ട് ചെയ്യുമ്പോൾ ഡിവൈൻ ഫെമിനൈൻസ് ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നാൽ മതിയോ എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇവർ ടൈമിങ്ങിന് അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വല്ല തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ ആ ഒരു റെസ്പോൺസിബിലിറ്റിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാം. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താണെന്നോ അതിലൊന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഇത് നിലനിർത്തി പോകണം എന്നുള്ളൊരു മൈൻഡ് അവർക്ക് ഉണ്ടാവില്ല. പിന്നെ അവർ ഒരു ഡിസ്ട്രോട്ടഡ് DM എപ്പോഴും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡേഷൻ
അംഗീകാരങ്ങളൊക്കെ തേടാനായിട്ട് വലിയ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അതായത് അവർക്ക് കരിയറിലുണ്ടാകുന്ന നേട്ടങ്ങൾ, അവരുടെ സ്റ്റാറ്റസ്, അറ്റൻഷൻ, സെൽഫ് വർത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ ഫെയിമിൽ എന്നുള്ളൊരു ധാരണയിൽ ജീവിക്കുന്നവരായിരിക്കും കൂടുതലും. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയിലെ ഡിസ്ട്രാക്ഷൻസ്, അങ്ങനെ ഈ ഒരു അസ്ഥിരത, എല്ലാത്തിലുള്ളൊരു അസ്ഥിരത, ഇതൊക്കെ അവരുടെ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു ചില അഡിക്ഷൻസ് ഉണ്ടാവാറുണ്ട് ഡിവൈൻ മസ്കുലൈൻസ്. അമിതമായിട്ടുള്ള സെക്ഷുവൽ വാലിഡേഷൻ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ. എംപ്റ്റിനെസ്, അതായത് അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ശൂന്യത ഉണ്ടായിരിക്കും ഡി എഫിൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അവരിപ്പോഴും ഒരു തേർഡ് പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പിലോ ഒക്കെ പോയിട്ട് അവർക്ക് ആ ഒരു ഈ ഒരു ശരിക്കും അത് അവർക്ക് അവിടെ നിന്നും ശരിക്കും ഒരു ഫീലിങ്സ് ഒരിക്കലും കിട്ടില്ല. പക്ഷെ അവർ അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഏറ്റവും ഫസ്റ്റ് ആ ഒരു സെപ്പറേഷൻ ടൈമിലൊക്കെ പോവുക. ഇതിൽ നിന്നും ഒരു രക്ഷപ്പെടാനായിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും ഒന്നും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഡി എഫിനെ കുറിച്ചുള്ള മെമ്മറീസും അവർക്ക് വരും. അപ്പോൾ പല ഡിവൈൻ മസ്കുലൈൻസിനും പല അഡിക്ഷൻസ് ഉണ്ടായിരിക്കും. ചിലവർ ഭയങ്കരമായിട്ട് അവരുടെ ഒരു ജോബിൽ ഓവർ കോൺസെൻട്രേഷൻ, ഓവറായിട്ട് അതിൽ കാര്യങ്ങൾ ചെയ്യുക, അതായിരിക്കും ചിലവരുടെ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും പലതരത്തിലാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മാരീഡ് ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ളൊരു അഡിക്ഷൻ ഡി എഫിനോടും കാണും, ഈ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസിന് കാണും. വേക്കൻഡ് ആയി കഴിഞ്ഞാൽ ഡിവൈൻ മസ്കുലൈൻസിന് ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമെങ്കിലും അവരതിനൊരു ഡിവോഷണലായിട്ട് അല്ലെങ്കിൽ ഒരു ഡി എഫിൻ്റെ അനുമതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ എപ്പോഴെങ്കിലും നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ളൊക്കെ ഒരു മൈൻഡിലുള്ള ഒരാളായിരിക്കും വേക്കൻഡ് ആയ ഡീമാണെങ്കിൽ. ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ ഇങ്ങോട്ടേക്കൊരു ഇടയ്ക്ക് കണക്ഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ ആൻഡ് ഔട്ടിൽ റീച്ച് ചെയ്യണത് തന്നെ അവർ ഈ ഒരു ഡിവൈൻ ഫെമിനിനെ മിസ് ചെയ്തിട്ടാണ്. അപ്പോൾ മിസ് ചെയ്യുമ്പോൾ അവർ വരുന്ന ടോക്കിങ്ങിലും കൂടുതൽ ഇത്തരത്തിലുള്ളൊരു സെക്ഷൽ കോൺവെർസേഷനിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഡി എഫിനോട് താല്പര്യമുള്ളതായിട്ട് പ്രകടിപ്പിക്കലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു വളരെ നോർമലാണ്. അത് അവരൊരു അഡിക്ഷൻ്റെ പാറ്റേണാണ്. ചിലർ ഡ്രിങ്കിങ്ങിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങനെ പലതരത്തിലുള്ള ബാഡ് ഹാബിറ്റുകളിലേക്കും പോകാറുണ്ട്. അപ്പോൾ അഡിക്റ്റേറ്റീവ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എപ്പോഴും ഡിസ്റ്റോർട്ടഡ് ഡിവൈൻ മസ്കുലൈനിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ്, ഏത് പാർട്ട്ണർഷിപ്പിലാണെങ്കിലും അതൊരു കൺട്രോൾ വയ്ക്കുക, ഒരു മേൽക്കോയ്മ വയ്ക്കുക. അതായത് ഞാൻ വിചാരിക്കുന്നത് പോലെ ഈ ഒരു ബന്ധം നിലനിൽക്കണം. അപ്പോൾ ഇതൊക്കെ ഇംബാലൻസ് ഉണ്ടാക്കിക്കും എന്നുള്ളതാണ്. ഇമോഷണൽ സപ്പോർട്ട് തീരെ ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്നൊരു കൺട്രോളിങ് മെൻറ്റാലിറ്റി അതിൽ വളരെയധികം കൂടുതലായിരിക്കും. പിന്നെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഇന്നർ സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കില്ല. അതായത് പുറത്ത് ഒരു ഇൻകൺസിസ്റ്റൻസി, ഉള്ളിലൊരു കൺഫ്യൂഷനും ആയിരിക്കും അവർക്ക്. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അവരെപ്പോഴും എന്താണ് 3D ഓറിയൻറ്റഡ് ആയിട്ട് ലോജിക്കായിട്ട് മാത്രമാണ് അവരെടുക്കുക. ഹാർട്ട് അലൈൻമെൻ്റ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ആ സമയത്ത് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഡി എമ്മിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഡിവൈൻ മസ്കുലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീത്ത വ്യക്തി എന്നല്ല ഞാനിവിടെ പ്രതിപാദിച്ചത്. അതായത് അവരുടെ അൺഹീൽഡ് ആയിട്ടുള്ളൊരു ഫേസാണ് അത്. ഈ ഘട്ടത്തിലാണ് അവരുടെ ഈഗോ, ഭയം, ഇൻസെക്യൂരിറ്റി ഇതൊക്കെ ആയിരിക്കും അവരെ ഈ ഒരു ഘട്ടത്തിൽ നയിക്കുന്നുണ്ടായിരിക്കുക. ഹീലിംഗ് തുടങ്ങി കഴിയുമ്പോൾ ഇവിടെ ഡിവൈൻ ഫെമിനൈൻ്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവരൊരു അലൈൻമെൻറ്റിലേക്ക് വന്ന് ഒരു ഹൈ വൈബ്രേഷനിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ അവിടെ ഡിവൈൻ മസ്കുലൈൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നുള്ളതാണ്. അപ്പോൾ ഹീലിംഗ് തുടങ്ങുമ്പോൾ അവരുടെ ആ ഒരു അക്കൗണ്ടബിലിറ്റി, കൺസിസ്റ്റൻസി, ഇമോഷണൽ മെച്യൂരിറ്റി എല്ലാം ഒന്ന് ക്രമേണ സെറ്റായിട്ട് വരും. അപ്പോൾ അവരെ സ്വയം റിയലൈസ് ചെയ്യാനും അവരുടെ പല ബാഡ് ഹാബിറ്റ്സുകളൊക്കെ മാറ്റി വയ്ക്കാനും എല്ലാത്തിനും അവർ തയ്യാറായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഈ ഇൻ ആൻഡ് ഔട്ട് എനർജിയിലും അല്ലാതെ ഒരു ഡിസ്റ്റോർട്ടഡായി നിൽക്കുന്ന ഡിവൈൻ മസ്കുലൈൻസ് വരുമ്പോൾ നമുക്ക് ഒരു ഡിവൈൻ ഫെമിനൈനെ സംബന്ധിച്ച് അത് നമുക്ക് എനർജി ലോസും ആണ്. അതുമാത്രമല്ല നമ്മളുടെ ഈ ജേണിനെ ഡിലേ ആക്കലും കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഡിവൈൻ മസ്കുലൈൻ വരുമ്പോൾ അവരെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യണം എന്നല്ല ഇവിടെ മെൻഷൻ ചെയ്തത് ഞാൻ. അത് സംസാരിക്കുക, പക്ഷെ ഒരു ബെസ്റ്റ് ബൗണ്ടറി കീപ്പ് ചെയ്യുക. ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവൈൻ മസ്കുലൈൻ ആണെന്നുണ്ടെങ്കിൽ ആൾ പോയിട്ട് ഹീലാവും എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഡി എം ആണെങ്കിൽ ഒരിക്കലും ഒരു ഡിവൈൻ മസ്കുലൈൻ്റെ ലൈഫിൽ നിന്നും എന്നേക്കുമായിട്ട് പോലും നടക്കില്ല. അല്ലാത്ത റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളതെങ്കിൽ ഇതേ ഒരു നാർസിസിസ്റ്റ് മെൻറ്റാലിറ്റിയും ഇതേ രീതിയിലുള്ള ബിഹേവിങ്ങും ഒക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ട് പല റിലേഷൻഷിപ്പിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു ഡിവൈൻ മസ്കുലൈൻ അല്ലെങ്കിൽ ഒരു ഡി എമ്മിൻ്റെ ക്യാരക്ടറുമായിട്ട് ഉപമിച്ച് അതൊരു ഇൻഫ്ലെയിം കണക്ഷനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടരുത്. അപ്പോൾ അതൊരു കാർമിക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാർസിസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു
എനർജിക്ക് മാച്ച് ആവാത്ത ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ ഒരു ഡിവൈൻ മസ്കുലിനെ, ഒരു ഡിവൈൻ ഫെമിനിൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒരു സെൽഫ് വെർത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക. മറ്റൊരാൾക്ക് നിയന്ത്രിക്കാനുള്ളതല്ല നമ്മുടെ ക്യാരക്ടർ. നമ്മളുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ കാരണം പലവരുടെ ലൈഫിലും ടിൻ ഫ്ലെയിം ആണോ ഉള്ളത്, കാർമിക് ആണോ ഉള്ളത്, അത് മറ്റെന്തെങ്കിലും സോൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ള വ്യക്തികളാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ടിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ ഒരു ഡിവൈൻ മസ്കുലിൻ ഒരു ഡിവൈൻ ഫെമിനിൻ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺ വരും. അവരുടെ പഴയ ക്യാരക്ടേഴ്സൊക്കെ മാറ്റിയിട്ട് വളരെ നല്ല മെച്യൂരിറ്റി ഉള്ള, നമ്മളെ ഒരു കാര്യത്തിന് ഫോഴ്സ് ചെയ്യാത്ത ഒരു നല്ലൊരു അലൈൻമെൻറ്റിലേക്ക് ആ ഡിവൈൻ മസ്കുലിൻ വന്നിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ഇതിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡിവൈൻ ടൈമിലേക്ക് വേണ്ടിയിട്ട് ട്രസ്റ്റ് ചെയ്യുക, നമ്മൾ നമ്മുടെ നോർമൽ കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആവുക. എത്രയും വേഗം ഇത് റിയലൈസ് ചെയ്യുന്നു അത്രയും വേഗം നിങ്ങളൊരു അലൈൻമെൻറ്റിലേക്ക് വരും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.